ഹേ ഓൾ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ആഫ്റ്റർ എ വെരി ലോങ് ടൈം നമ്മൾ ഈ ഒരു വേൾഡിനകത്ത് കയറിയിരിക്കുകയാണ്. എല്ലാവരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എക്സാം ആണ്, അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് വീഡിയോസ് കാണത്തില്ലെന്ന്. ആൻഡ് എക്സാംസ് ആർ ഫൈനലി ഓവർ. വലിയ കുഴപ്പമില്ലായിരുന്നു, എക്സാംസ് ഒക്കെ നല്ലോണം എഴുതിയിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോൾ ഇവനേതാ ഇതിനകത്ത്, ഇവൻ എങ്ങനെ പെട്ടുപോയി എനിക്കൊരു ഐഡിയ ഇല്ല. ഇവൻ എങ്ങനെ ഇതിനകത്ത് കയറിയെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അടച്ചു കിടക്കുന്ന കൂട്ടിനകത്ത് എങ്ങനെ കയറി? നമ്മുടെ ബ്രീഡർ എന്താ? ഇത് ഞാൻ കുറച്ച് നാളായി കേട്ടോ ഇതിനകത്ത് കയറിയിട്ട്. ആൻഡ് ഇവിടെ നമുക്ക് ബ്രീഡർ അധികം ഇച്ചിരി കൂടുതലതോ അവിടെ എൻറ്റിറ്റി ക്രാമിങ് തുടങ്ങി. ഇതുകൊണ്ട് കണ്ടില്ലേ, ഒരു ബ്ലോക്കിനകത്ത് 24 എൻറ്റിറ്റീസ് വരെ പോത്തോളം തോന്നുന്നു. 25 കൂട്ടുന്ന് പുറത്തേക്ക് തള്ളിപ്പോകും. സോ അത് അവിടെ നടക്കുന്നുണ്ട്. അത് കൂടാഞ്ഞിട്ട് ഇത്രയും പേര്. ആൻഡ് ഈ ബ്രീഡർ ഭയങ്കര രീതിക്ക് പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സാധനത്തെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. അതുപോലെ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ലൈവിൽ. അതിൻ്റെ ആണെന്ന് തോന്നുന്നു ഇവിടെ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഞാൻ AFK ഒന്നും നിന്നില്ല. അതിനുശേഷം ഞാൻ പിന്നെ ഈ വേൾഡിൽ കയറിയിട്ടേ ഇല്ല. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. ഞാൻ എൻ്റെ അയൺ ഫാം ഒന്ന് നോക്കട്ടെ. ഞാൻ ഇതിൽ കയറിയിട്ട് തന്നെ കുറച്ചധികം ദിവസങ്ങളായി. ഈ വേൾഡിൽ കയറി ഞാൻ കുറച്ച് ദിവസം കളിച്ചില്ലല്ലോ. അപ്പോൾ ഈ കളിക്കാത്ത ദിവസങ്ങളിലൊക്കെ എനിക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഒരു റീൽ ഓർമ്മ വന്നു. അപ്പോൾ ആ റീല് ഞാനിപ്പോൾ സൈഡിൽ നിങ്ങളെ കാണിച്ചു തരാം. സോ ഇതായിരുന്നു ആ ഒരു റീല്. എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ഈ വേൾഡാണ് ഓർമ്മ വന്നത്. ഈ വേൾഡിന് മുമ്പ് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ സീസൺ 1 വേൾഡാണ്. അതിനകത്ത് എനിക്ക് എന്തോരം പെറ്റ്സ് ഉണ്ടായിരുന്നെന്നറിയാവോ. അപ്പോൾ അവരെല്ലാവരും കുറേ കാലങ്ങളായിട്ട്, കുറേ നാളുകളായിട്ട് എന്നെ കാണാതിരിക്കുകയല്ലേ. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയും, നമുക്ക് ആ ഒരു വേൾഡ് ഒരു ദിവസം അതിനകത്തുനിന്നൊരു വീഡിയോ ഉണ്ടാക്കാം. ജസ്റ്റ് ചുമ്മാ ചിൽ അല്ലേ, എല്ലായിടത്തും പോയി എല്ലാം കണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വീഡിയോസ് ഉണ്ടാക്കാറുണ്ട്. സെയിം കോണ്ടൻ്റ് ആണ്, പക്ഷേ സ്റ്റിൽ അത് ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ അത് എന്താ പറയുക, അവർക്ക് കാണുമ്പോൾ തന്നെ അവരുടെ ചൈൽഡ്ഹുഡ് ഓർമ്മ വരും. കാര്യം അത് എത്ര വർഷം മുമ്പുള്ള വേൾഡാണ്. അപ്പം അത് കാണുമ്പം എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് നൊസ്റ്റാൾജിയാണ്. സോ അത് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഞാൻ നമ്മുടെ അയൺ ഫാം എന്തായെന്ന് നോക്കട്ടെ. ഞാൻ ഇതിന് ശേഷം ഇതിനകത്ത് കയറിയിട്ടേ ഇല്ലെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇല്ലായിരുന്നു ഈ വേൾഡിനകത്ത്. അത്രയ്ക്കും അയൺ അതിനകത്ത് കാണാൻ സാധ്യതയില്ല. പിന്നെ എൻ്റെ ഇൻവെൻട്രിയിലൊക്കെ എന്തൊക്കെയൊക്കെയോ ഇരിപ്പുണ്ട്. ഇതൊക്കെ എന്തൊക്കെയൊക്കെയാണ്, ഇത് എന്തിനൊക്കെയായിരുന്നു ഞാൻ ഉപയോഗിച്ചത് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തൊക്കെയൊക്കെയോ ഇരിപ്പുണ്ട്. നമുക്കിതെല്ലാം മാറ്റണം. അതുപോലെ തന്നെ ഈ ഏരിയ ഫ്ലാറ്റ് ആക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അത് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യാം. അപ്പോൾ ഇനി സാധനം എന്തായാലും വർക്കിംഗ് ആണ്. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ ഇതിനകത്തൊന്നും കാണാൻ സാധ്യതയില്ല. ഞാൻ കുറച്ച് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു കില്ലാടിയാണ്. എന്ത് ഇതിനെടുത്ത് കളയട്ടെ. ഇത് ഫാമല്ലേ, പിന്നെയും ഉണ്ടായിക്കോളും. വലുതായിട്ടൊന്നും ഇല്ല അതിനകത്ത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഇൻവെൻട്രിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതായത് നമ്മൾ ആ സൈഡിലേക്ക് കുറേ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതായത് ആ സൈഡിൽ എന്തോ വില്ലേജ് കാര്യങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങളാണ്. മറ്റേ ഓക്ക് ഫോറസ്റ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളാണ്. ആ ഏരിയ കുറച്ച് നമ്മളങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തു. ആൻഡ് ഈ ഏരിയയിലേക്ക് നമ്മൾ ഇതുവരെ പോയിട്ടേ ഇല്ല. എന്തൊക്കെ ബയംസ് ഉണ്ട് എന്തോ ഒന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തില്ല. സോ ഈ ഒരു സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. അതുപോലെ തന്നെ ഞാനില്ലാതിരുന്ന ടൈമിൽ ഏകദേശം 38 ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. സോ ഇതിനിടയ്ക്ക് പുതിയ സാധനങ്ങളൊക്കെ ഇറങ്ങി. എന്തോ ഹൈറ്റെയിൽ എന്ന് പറഞ്ഞ സാധനം. എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, ഹൈറ്റെയിൽ കളിക്കുമോ ബ്രോ. ഞാൻ ചിന്തിക്കുമായിരുന്നു എന്തോ ഈ ഹൈറ്റെയിൽ. ലൈക്ക് എനിക്ക് ആദ്യം ഒരു ഐഡിയ കിട്ടിയില്ല. പിന്നെ എനിക്ക് മനസ്സിലായി എന്താണ് ഹൈറ്റെയിൽ, എങ്ങനെയാണ് ഹൈറ്റെയിൽ കളിക്കേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഉടനെ വരും. ഓക്കെ, അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ XP എല്ലാം പോയി. കഴിഞ്ഞ ദിവസം നമ്മൾ ഫുൾ മറ്റേ എല്ലാം നല്ല പ്രൊട്ടക്ഷൻ ഫോറും അൺബ്രേക്കിങ്ങും മെൻഡിങ്ങും ഒക്കെ ഇട്ട സ്ഥിതിക്ക് നമ്മുടെ XP എല്ലാം പോയിട്ടുണ്ട്. ഇനി അത് കിട്ടണമെങ്കിൽ കുറേ ടൈം എടുക്കും. ഓൾമോസ്റ്റ് ലൈക്ക് 60 XP എന്തോ ഉണ്ടായിരുന്നു. ലൈക്ക് 60 XP ഒക്കെ സ്ക്രാച്ചിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി കട്ടിയുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ 60 XP ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ഇനിയും കിട്ടുമല്ലോ. ഇനിയും കളിക്കുവാണല്ലോ ഗെയിം. ഡ്രാഗണിനെ കൊല്ലാൻ നേരം തന്നെ കിട്ടും. ഓൾമോസ്റ്റ് എത്ര XP മറന്നുപോയടെ, പ്രായമായില്ലേ, ക്ഷമിച്ചുകളാ. ക്ഷമിച്ചുകളാ. ഓക്കെ, പൊട്ടറ്റോസ് എല്ലാം പ്ലാൻ ചെയ്തു. ഇനി ബാക്കിയുള്ള പൊട്ടറ്റോസ് നമുക്ക് സ്മെൽറ്റർ കഴിക്കാം. ഞാൻ ഈ സാധനം അതായത് ഇത് ഉണ്ടാക്കി വെച്ച എന്തിനാന്ന് ഞാൻ വിട്ടുപോവുക ഇടയ്ക്കിടയ്ക്ക്. ഞാൻ ഇത് ഉണ്ടാക്കിയത് സ്മെൽറ്റ് ചെയ്യാനാണ്. സ്മെൽറ്റർ ആണല്ലോ ഇത്. അതുകൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ആ ഫർണസ് വെച്ചാണ് ഞാൻ സ്മെൽറ്റ് ചെയ്യുന്നത്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇത്രയും വലിയൊരു മിഷനൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ എന്തിനാ അതിൽ കൊണ്ടുപോയി സ്മെൽറ്റ് ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും ഡൗട്ടാണ്. വെച്ചു കൊടുക്കാം. ഇതിനകത്ത് കോൾ ഉണ്ടെന്ന് തോന്നുന്നു എല്ലാത്തിനും. യെസ്. ഇവിടെ ഈ അറ്റത്തിൽ എന്താ ലൈറ്റ് ആവാത്തേ? അതിനകത്ത് കോളില്ലേ? ഐ എം സോറി, അതിനകത്ത് കോളില്ല. വരുന്ന സ്പീഡ് കണ്ട സാധാ ഒരു സ്മെൽറ്ററിനകത്ത് ഈ സ്പീഡ് കിട്ടുമോ? ഇല്ല.
അല്ല, സ്മെൽട്ടറിനകത്ത് കിട്ടും, ഫർണസിനകത്ത് കിട്ടത്തില്ല. ഞാൻ പറയുന്ന വാക്കുകൾ തെറ്റിപ്പോകുന്നു. ഞാൻ എന്തൊക്കെ ആലോചിച്ചായി പറയുന്നേ. അതുപോലെ എനിക്ക് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ട്. ഞാൻ ബേസ് എന്ന് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനെയാണ്. ഈ താഴത്തെ ഈ ഒരു ഏരിയ റെഡിയാക്കുന്നതിനാണ് ഞാൻ ബേസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് ആദ്യം ഡ്രാഗണിനൊക്കെ നമുക്ക് എലേറ്റർ എടുക്കണം. എലേറ്റർ എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യാം. കാര്യം പറന്ന് കടന്ന് കുറേ റിസോഴ്സസ് ഒക്കെ കളക്ട് ചെയ്യാനുണ്ടല്ലോ. അപ്പം ഇപ്പോഴേ ചെയ്തു വേണമെങ്കിൽ അറിയാലോ, മടിയല്ല. എലേറ്റർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണല്ലോ കാര്യങ്ങൾ. അത്രേ ഉള്ളൂ, അതേ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് വരാം. ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് ബാക്കി സാധനം കൂടെ സ്മെൽറ്റ് ആവും. കുറച്ചും കൂടെ ഉള്ള ഒരു 7 എണ്ണം കൂടെ കാണത്തുള്ളൂ. എനിക്ക് ഒരു സ്റ്റാക്ക് മതി. എന്തായാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ, അവിടെ ഇരുന്നോട്ടെ. വലുതായിട്ട് ദൂരത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ കുറച്ച് ദൂരെ പോകത്തുള്ളൂ ട്രാവൽ ചെയ്ത്. പക്ഷേ അവിടെ എന്താണ് ഉള്ളതെന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ലല്ലോ എന്തൊക്കെയുണ്ട്. ഫസ്റ്റ് സീസൺ പോലെ തന്നെ ഇതെല്ലാം ഇടിച്ചിളക്കും, എന്നിട്ട് ഫുള്ള് റീബിൽഡ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ചെറിയ ലാഗ് വരുന്നുണ്ട്. എനിക്ക് ഈ സെർവറിൽ ഇട്ടേക്കുന്നതിൻ്റെ പ്രശ്നം ഇതേ ഉള്ളൂ. എൻ്റെ പൊന്നു ജിയോ ഭഗവാനെ, എന്നെ എങ്ങാനും നീ തേച്ച ഈ വേൾഡ് ജിയോക്കാരന്മാരെ കാരണം എങ്ങാനും പോയി കഴിഞ്ഞാൽ. ഗൈസ്, ഞാൻ പുതിയ നെറ്റ് ബുക്ക് ചെയ്തു. നിങ്ങൾക്കറിയാം ഞാനും ജിയോയും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തെക്കുറിച്ച്. ഞാൻ അവന്മാരെ ചീത്ത വിളിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. അതുകൊണ്ട് ഞാൻ ജിയോക്കാരന്മാരെ നൈസായിട്ട് ഒഴിവാക്കിയില്ല. ഇപ്പോഴും ജിയോയിലെ വർക്ക് ചെയ്യുന്ന. പക്ഷേ ഞാൻ പുതിയ കണക്ഷൻ ബുക്ക് ചെയ്തു ഗൈസ്. എനിക്ക് വയ്യ. ഇത് കാരണം എങ്ങാനും എൻ്റെ വേൾഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ട്രോമയിലാവും. അതുകൊണ്ട് ഞാൻ പുതിയ നെറ്റ്വർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. സെറ്റാക്കട്ടെ, വരുമ്പോഴത്തേക്ക് നമുക്ക് റെഡി ആവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാര്യം ഇത് ഇടയ്ക്കിടയ്ക്ക് ലാഗാവുന്നു. ചെസ്റ്റൊക്കെ തുറക്കാൻ തന്നെ ലാഗാവുന്നു. ഇതുവഴി എങ്ങനെ ചത്താവുണ്ടല്ലോ, ഞാൻ ഡിപ്രഷനിലേക്ക് പോകും. ഇനി ഇതിൻ്റെ മുകളിൽ ഇവിടെ ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടം വരെ ഞാൻ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഒരു കുഴിയൊക്കെ ഉണ്ട്. ആണ്ടേ, ഇവിടെ ഞാൻ കുറച്ച് കോളൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ അങ്ങോട്ട് ഞാൻ പോയില്ലെന്ന് തോന്നുന്നല്ലേ. നമുക്ക് കുറച്ച് ഡയറക്ഷനിൽ പോയിട്ട് അവിടെ എന്ത് ഉള്ളതെന്ന് ചുമ്മാ നോക്കണമല്ലോ, എന്താണെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഈ ഫോറസ്റ്റിൻ്റെ അപ്പുറം എന്താണെന്ന് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതെന്താണെന്ന് കാണാം. അതുപോലെ തന്നെ ഇന്ന് നെതറിൽ കയറിയാലോ എന്നൊരാലോചന ഇങ്ങനെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. കാര്യം നെതറിൽ കയറണം. നമ്മൾ ലേറ്റാക്കാൻ പാടില്ല, ഒരുപാട് ലേറ്റ് ആവരുത്. നമ്മൾ പയ്യാണ് കളിക്കുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് അങ്ങനെ സ്പീഡിൽ കളിച്ച് പോകാൻ താല്പര്യമില്ല. ഓഷ്യൻ കൊള്ളാം. ഇത് സെർവറിലിട്ടിട്ട് എന്ത് റെൻഡർ ആവാത്തേ? എൻ്റെ റെൻഡർ ഡിസ്റ്റൻസ് ഓഫ് ആണോ? എൻ്റെ റെൻഡർ ഡിസ്റ്റൻസ് കാര്യമില്ലല്ലോ. കൂട്ടി കൊടുത്തു നോക്കാം. ഇപ്പം റെൻഡർ ആവുന്നുണ്ട്, നോക്കട്ടെ. എന്തായാലും ലോഡ് വലിക്കുന്ന എൻ്റെ കമ്പ്യൂട്ടറല്ല, പിന്നെന്താണ് പ്രശ്നം? ഈ സൈഡിൽ എന്താണ്? ഈ കാട് ഫുള്ള് ഫോറസ്റ്റ് ആണല്ലോ. ഡാർക്ക് വുഡൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഞാനിതിപ്പോഴാണ് കാണുന്നത്. നന്നായി. ഡാർക്ക് വുഡിൻ്റെ കുറച്ച് സാപ്ലിങ് എടുത്തുകൊണ്ട് പോവാം നമുക്ക്. അവിടെ ആവശ്യമുണ്ട്. അതുപോലെ ഇവിടെ നിന്നെങ്ങാനും താഴെ വീണാൽ ഒറ്റയടിക്ക് ഞാൻ ചാവും. ഒഴിഞ്ഞ് വീഴൂടെ. 4 എണ്ണം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. 4 സാപ്ലിങ്സ് മതി, ഞാൻ പൊക്കോളാം. ഇവിടുന്ന് ഇനി അങ്ങോട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഫുൾ ഓഷൻ ആണല്ലോ. അതേത് മരം? അതും ഡാർക്ക് ഓക്കാണ്. ഇനി ഇങ്ങോട്ടൊന്നും ഇല്ലല്ലോ. ഇങ്ങോട്ടൊന്നും ഒന്നുമില്ല. ബട്ട് നല്ലൊരു സീനറി ആട്ടോ, കൊള്ളാം. ഇതിന് മുമ്പ് ഞാൻ ഓടിച്ചെടുത്ത് ഇവിടുന്ന് ആയിരുന്നല്ലോ. ഷെടാ, വലിയ പ്രശ്നമാണല്ലോ. നോക്കട്ടെ, ഇത് മുറിച്ച് നോക്കാം. മറ്റിടത്തുനിന്നൊന്നും ഒന്നും കിട്ടുന്നില്ല. ഇതിനകത്ത് ഭയങ്കര പാടാണോ സാപ്ലിങ് കിട്ടാൻ? പണ്ടിങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. ഇവന്മാർ കണ്ട അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവന്നതിന് ശേഷം ഫുള്ള് സാപ്ലിങ്ങിൻ്റെ എണ്ണം കുറച്ചവന്മാർ. ഇത് ഫുൾ സ്റ്റിക്കാണല്ലോ വീഴുന്നത്. ഒരു സാപ്ലിങ് പോലും ഇതുവരെ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു ബാഡ്. ഒരെണ്ണം വീണ്, ഒരെണ്ണം. പക്ഷെ ഒന്നായിട്ട് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് 4 എണ്ണം വേണം. കുറച്ച് വെയിറ്റ് ചെയ്യാം, കിട്ടിയാലോ. ഇനി 2 എണ്ണം കൂടെ. മൂന്നാമത്തത് കിട്ടി. ഒന്നും കൂടെ 4 എണ്ണം മതി. ഇതവിടെ നട്ട് വെച്ചേക്കാം. എന്നിട്ട് വേറെ അത് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് എല്ലാം കിട്ടുന്നുണ്ട്. എന്തുവാണ് കറക്റ്റ് ആണോ എന്നറിയത്തില്ല. പക്ഷെ ഞാൻ എങ്ങോട്ടാ പോകുന്നുണ്ട്, എനിക്ക് ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. എങ്ങോട്ടാന്ന് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയോന്നൊരു ഡൗട്ട്. തിരിച്ചിനി അങ്ങോട്ട് തന്നെ പോവുകയാണ്. വഴി തെറ്റി കേട്ടാ. എങ്ങോട്ടാ ഈ പോകുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ലല്ലോ. ഇതെവിടാ സ്ഥലം? അല്ലല്ല താണ്ടേ ഇല്ല, കത്തി കിടന്ന സ്ഥലം. കറക്റ്റാ. നമ്മൾ കറക്റ്റ് വഴി കൂടെ വന്നേ. എനിക്കങ്ങനെ തെറ്റുവോ? സാധ്യതയില്ല. ബിക്കോസ് ഐ എം എ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ പ്രൊഫഷണൽ. ഇപ്പോഴല്ല, പണ്ട്. മനുഷ്യന് കളിക്കാതെ ഗെയിം എന്താന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയില്ല. എടാ, പിങ് സീനാണ് കേട്ടോ. കുറച്ച് ടാസ്ക്കാണ്, നല്ല കുറവാണ്. അപ്പം ഇപ്പം കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഡാർക്ക് ആയിരിക്കും. ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കളിക്കാന്നുള്ള ഒരു കാര്യം ചെയ്ത് അവിടെ വെച്ചേക്കാം. എന്നിട്ട് ഞാൻ പോയി ലാവ ഉള്ളിടത്ത് നിന്ന് ലാവ പൊക്കിക്കൊണ്ടുവരട്ടെ. നമുക്ക് നെതറി കയറാനുള്ള പരിപാടികൾ നോക്കാം. കുറച്ച് ഒബ്സിഡിയൻ സെറ്റാക്കിയിട്ടുണ്ട്. ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഇല്ല. എന്തെങ്കിലും ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് മറ്റൊരു സാധനം കാണത്തില്ലല്ലോ. അതെനിക്കറിയാം, അതങ്ങനെ വരും, അതങ്ങനെ സംഭവിക്കൂ. ഫ്ലിന്റ് ആൻഡ് സ്റ്റീലും കൂടെ എടുക്കട്ടെ. ഞാൻ പോർട്ടൽ ഇപ്പോൾ ഉണ്ടാക്കുന്നു എന്നേ ഉള്ളൂ.
ഞാൻ പോർട്ടലിനകത്ത് ഇപ്പോൾ കയറത്തില്ല. അത് ഞാൻ ഇപ്പോഴേ പറയുകയാണ്. ഞാൻ എൻ്റെ പിങ് ഒന്ന് ശരിയാവട്ടെ. കാര്യം ഈ ജിയോക്കാരെ എനിക്ക് ഒട്ടും വിശ്വാസമില്ലാത്തൊരു കമ്പനിയാണ് ഇപ്പോൾ വന്ന് ജിയോ. പണ്ടൊക്കെ എനിക്ക് ഏറ്റവും വിശ്വാസമുള്ളൊരു കമ്പനി ജിയോ ആയിരുന്നു. ഇപ്പോൾ എനിക്ക് ഈ ജിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ എനിക്ക് വിശ്വാസമേ ഇല്ല. അതുകൊണ്ട് ഞാനൊരു പോർട്ടൽ ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ ഉണ്ടാകാം, പക്ഷേ ഞാൻ അതിനകത്ത് കയറത്തില്ല. ഇപ്പോഴേ കയറത്തില്ല. ഓക്കെ, നമുക്കിത് എവിടെ ഉണ്ടാക്കാം? എവിടെയെങ്കിലും ഒരു 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 സ്ഥലം കണ്ടുപിടിക്കണമല്ലോ, ഒരു നല്ല സ്ഥലം. അതായത് ഒരു 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 അടിപൊളി സ്ഥലത്ത് സ്പോണാവണം, എനിക്ക് അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇതൊരു ഒരു ഒരു ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്ഥലത്താണ് പോർട്ടലെങ്കിൽ വെയ് ബെറ്റർ. ശരി, ഒരു കാര്യം ചെയ്യാം, വില്ലേജിനെ നടുക്കാൻ ഉണ്ടാക്കാം. ഐശ്വര്യമായിട്ട് ഇവിടെ തന്നെ സെറ്റാക്കിയേക്കാം. എൻ്റെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ സാധനമുണ്ട്. പിന്നെ എന്തിനാ ഞാൻ ഈ ഇതിനെ വെച്ച് എടാ മണ്ടാ, എൻ്റെ ഇഷ്ടംപോലെ ഒബ്സിഡിയൻ ഉണ്ട്. പിന്നെ എന്തിനാ ഞാൻ അവിടെ ഈ 4 മൂലയ്ക്ക് ഇത് വെച്ച്? എനിക്കറിയത്തില്ല. അത് ശീലിച്ചു പോയി പണ്ടേ. എടാ ഞാൻ എന്താടാ ഇങ്ങനെ മിസ്ക്ലിക്ക് ചെയ്യുവാണല്ലോ എല്ലാം. ഇവിടെയും കൊണ്ട് മാറ്റി വെച്ചേക്കുന്നു. ഒരു മിനിറ്റ്, അങ്ങോട്ട് എടുക്കുന്നു, കത്തിക്കുന്നു. എടാ അതുവരെ ലാഗ്. ഞാൻ എന്തായാലും ചുമ്മാ അപ്പുറത്തിറങ്ങി നോക്കട്ടെ എവിടാണ് സ്ഥലമെന്ന് നോക്കട്ടെ, എന്നിട്ട് തിരിച്ചു വരാം. വീഴല്ലേ. ആഹാ, വളരെ ലക്കിയായ സ്പോൺ. ഇപ്പം വീണേനെ ഞാൻ. ഓക്കെ, ഞാൻ തിരിച്ചു പോവാം. എനിക്കിവിടെ നിൽക്കണ്ട. വളരെ ലക്കിയായ ഒരു സ്പോണായിരുന്നു അത്. എനിക്ക് വേണ്ട സ്ഥലം, എനിക്ക് ഒട്ടും വിശ്വാസമില്ലാത്തൊരു സ്ഥലമാണത്. ഒരു കാര്യം ചെയ്യാം, വേറെ എവിടെയെങ്കിലും ദൂരെ കൊണ്ടുപോയി വെക്കാം നമുക്ക്. അതേ പറ്റത്തുള്ളൂ. എനിക്ക് ഈ സ്ഥലം എനിക്ക് ഒട്ടും വിശ്വാസമേ ഇല്ല. ഇവിടെ നിന്നൊരു കുറച്ച് ബ്ലോക്ക് നമ്മുടെ അയൺ ഫാമിൻ്റെ ഒക്കെ അപ്പുറത്തായിട്ട് വെച്ച് നോക്കാം. എവിടെ ചെല്ലും മിക്കവാറും ഈ പോർട്ടലിൽ തന്നെ കണക്ട് ആവും. അതുകൊണ്ട് കുറച്ച് ദൂരെ മാറ്റി വയ്ക്കണം. വേറെ ഏത് ബയോമാണെങ്കിലും ഞാൻ സഹിക്കും, പക്ഷേ ബസാൾട്ട് ഞാൻ ചത്തുപോകാൻ എല്ലാ സാധ്യതകളും ഉള്ളൊരു ബയോമാണ്. അങ്ങനെ പോർട്ടൽ മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ അയൺ ഫാമിൻ്റെ അടുത്ത് വന്ന് ഒരു നല്ലൊരു പോർട്ടൽ, ഒരു പ്രോപ്പർ പോർട്ടൽ ഉണ്ടാക്കി അതിൽ കൂടെ ഇറങ്ങിയപ്പോൾ പിന്നെയും ബസാൾട്ട്. പിന്നെ അവിടെ നിന്ന് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതിൻ്റെ കൂടെ ലോഡാവുന്നുമില്ലായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണല്ലോ നെതറിൽ കയറുന്നത്. സോ അവിടെ ഒന്നും ലോഡായിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ പുറത്ത് വന്ന് ആ പോർട്ടൽ പൊട്ടിച്ചളഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു നല്ല പോർട്ടൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കിടന്നുറങ്ങി. എന്നിട്ടൊരു ബോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബോട്ട് ഉണ്ടാക്കി കുറച്ച് നമ്മുടെ അപ്പുറത്തായിട്ടൊരു വില്ലേജ് ഉണ്ട്. സോ ആ വില്ലേജിൻ്റെ അവിടെ പോയി, ഇതിപ്പം നമ്മൾ നെതറിൽ നല്ല ദൂരെ വരണമെങ്കിൽ നമ്മൾ ഓവർവേൾഡിൽ അതിലും ദൂരെ പോയിട്ട് വേണം ഒരു പോർട്ടൽ ഉണ്ടാക്കാൻ. സോ ഞാൻ വിചാരിച്ചു ആ വില്ലേജ് വന്നിട്ടൊരു പോർട്ടൽ ഉണ്ടാക്കാമെന്ന്. വില്ലേജിൻ്റെ ആ ഒരു വെല്ലിൻ്റെ സൈഡിലായിട്ടൊരു പോർട്ടൽ നൈസായിട്ട് ഉണ്ടാക്കി. പക്ഷേ അതിലും ഞാൻ പിടിച്ചു. അങ്ങനെ കയറിയപ്പോഴാണ് ഞാൻ ആ ചതി മനസ്സിലാക്കുന്നത്. ദാണ്ട കിടക്കുന്നത് പിന്നെയും ബസാൾട്ട് ബയോ. അതും ഇതൊരു ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ബസാൾട്ട് സ്ഥലമായിരുന്നു. അവിടെ ഫുൾ മാഗ്മ ക്യൂബും ഒക്കെ ആയിട്ട് അവിടെ നമുക്കൊരു പോർട്ടൽ ഉണ്ടാക്കുന്നത് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല. അതും ഞാനങ്ങ് പോട്ടെന്ന് വെച്ച് ഞാൻ ആ പോർട്ടലും പൊട്ടിച്ചളഞ്ഞത്. എത്രാമത്തെ പോർട്ടലാണെന്ന് അറിയത്തില്ല. ഒരുപാട് പോർട്ടൽ ഉണ്ടാക്കി ഞാൻ. പിന്നെ നമ്മുടെ ബേസിൽ നിന്ന് കുറേ ദൂരെ മാറിയിട്ട് ഒരു ഐലൻഡ് ഉണ്ടായിരുന്നു. സോ ആ ഐലൻഡിൽ പോയിട്ട് ഞാൻ ഒരു പോർട്ടൽ വെച്ച് നോക്കി. ദാണ്ട് കിടക്കുന്നത് പിന്നെയും ബസാൾട്ടിൽ തന്നെയാണ് വന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എത്ര നോക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ദൂരോട്ട് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ നമുക്കൊരു സോൾ സാൻഡിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു, വേറൊരു ബയോമിൻ്റെ സ്റ്റാർട്ടിങ്. സോ ഞാൻ വിചാരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ടൊരു പാത്വേ ഉണ്ടാക്കിയാൽ മതി. ഈ പോർട്ടൽ സെയിം പോർട്ടൽ തന്നെ കുറച്ച് മാറ്റി വെച്ചാലും കറക്റ്റായിട്ട് തന്നെ ലിങ്ക് ആവേണ്ടതാണ്. സോ ഞാൻ ആ സോൾ സാൻഡിൽ പോയി. പിന്നെ എങ്ങോട്ടൊക്കെ പോയി എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഏതൊക്കെയോ ഡിറക്ഷനിലോട്ട് പോകുമായിരുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ. അതായത് ആ സോൾ സാൻഡിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ചുമ്മാ സ്ട്രെയിറ്റ് ലൈനിൽ മൈൻ ചെയ്ത് അങ്ങ് പോയി. അങ്ങനെ പോയി കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ക്രിംസൺ ഫോറസ്റ്റ് കിട്ടി. ആ ക്രിംസൺ ഫോറസ്റ്റ് കൂടെ ഞാൻ ഫുള്ളായിട്ട് ബ്രിഡ്ജ് ചെയ്താണ് പോകുന്നത്. കാര്യം എനിക്ക് ഇതിൻ്റെ താഴെ ഇറങ്ങി പിന്നെയും മേളിൽ കയറി അങ്ങനെ പോകാൻ നേരത്തേക്ക് നമ്മൾ വരുന്ന ഡിറക്ഷൻ തെറ്റിപ്പോകും. അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് കറക്റ്റായിട്ട് ബ്ലോക്ക് പ്ലേസ് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അവസാനം ഞാൻ ഒരു ഡയറക്ഷനിൽ വന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്നൊരു ഐഡിയ ഇല്ല. കുറച്ച് നേരം അവിടെ കറങ്ങി നോക്കിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഷെയ്ഡറിൽ കൂടെ കാണാൻ പറ്റുന്നില്ലായിരുന്നു കുറേ നേരം. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറേ പില്ലർ കണക്കൊരു സാധനമൊക്കെ കണ്ട്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമ്മൾ നിൽക്കുന്നതിൻ്റെ അടിയിൽ തന്നെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ആ ഫോട്ടോസിൻ്റെ സൈഡിൽ കൂടെയാണ് വന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഫോട്ടോസ് കാണുന്നത്. പിന്നെ ഒരു കിടിലൻ ചാട്ടമൊക്കെ ചാടി. ഈ ചാട്ടം ഒന്ന് തെന്നിയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഈ വേൾഡ് ഇവിടെ തീർന്നേനെ. ആ ഫോട്ടോസിൻ്റെ അടുത്തോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ബ്രിഡ്ജ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ബ്ലേസ് എന്നെ അടിച്ചത്. ആ ബ്ലേസിൻ്റെ ഒരു അടിയും കൂടെ കിട്ടിയിരുന്നത് ചിലപ്പോൾ ഞാൻ താഴെ വീണ് ലാവേ വീണ് ചത്തേനെ. പക്ഷേ ഞാൻ എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ എപ്പോഴും കൈ വെച്ചേക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ പേടിയില്ല എനിക്ക്. അതിലേക്കൂടെ എൻ്റർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേറൊരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു. അതിലേക്കൂടെ എൻ്റർ ചെയ്ത് ഞാൻ എത്ര ദൂരം നടന്നെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചുമ്മാ നടക്കായിരുന്നു. എനിക്ക് ബ്ലേസിനെയും കിട്ടുന്നില്ല. മറ്റേ നെതർ വാട്ടർ എടുക്കാനാണ് ഞാൻ ശരിക്കും വന്നത്, നമുക്ക് പോർഷൻസ് ബ്രൂ ചെയ്യാനായിട്ട്. ആൻഡ് ഫൈനലി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടാണ് എനിക്ക് ഈ സാധനം കിട്ടിയത്. പിന്നെ അത്യാവശ്യം കുറച്ച് ബ്ലേസിനെയൊക്കെ കൊന്നു. എനിക്ക് ബ്ലേസ് റോഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റേ ഡ്രാഗണിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ബ്ലേസ് റോഡ് എടുത്തത്. ഇതിൻ്റെ
എൻ്റെ പ്ലാൻ ഇല്ലായിരുന്നു, പക്ഷേ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബ്രൂ ചെയ്യണമെങ്കിൽ ഈ സാധനം വേണം. അപ്പോൾ എന്തായാലും എടുത്തത് നന്നായി. ഹേ ഗൈസ്, അങ്ങനെ ഞാൻ കുറേ നേരം ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് മൈ ഗോൾ വാസ് നോട്ട് ടു ഫൈൻഡ് എ ഫോർട്രസ്. അല്ല, അങ്ങനല്ല, ഞാൻ കുറച്ച് എക്സ്പ്ലോർ ചെയ്ത സമയത്ത് നമുക്കൊരു ഫോർട്രസ് കിട്ടി. എനിക്ക് എൻ്റെ ഗോൾ എന്ന് പറയുന്നത് ബ്ലേസ് റോഡ് എടുക്കുക എന്നുള്ളതല്ലായിരുന്നു. ബട്ട് നമുക്ക് ഒരു 3 ബ്ലേസ് റോഡ് ചുമ്മാ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ നെതർ വാട്ടർ എടുക്കാനാണ് വന്നത്. നെതർ വാട്ടറും സോൾസ് ആണ്. നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് നട്ട് കുറച്ച് പോർഷൻസ് ഉണ്ടാക്കിയാലേ നമുക്ക് ബാക്കി പരിപാടികൾ സ്മൂത്തായിട്ട് നടക്കത്തുള്ളൂ. അതുകൊണ്ട് അതെടുക്കാൻ വന്നതാണ്. അതിൻ്റെ കൂടെ നമുക്ക് 3 ബ്ലേസ് റോഡും കൂടെ കിട്ടി. അതുപോലെ തന്നെ 2 സ്പോണർ ഉണ്ട് അവിടെ. ഐ എം റിയലി സോറി, നിങ്ങളുടെ കണ്ണുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാണും. ഇപ്പോൾ റെഡി ആയി കാണുമല്ലോ അല്ലേ? അത് ഞാൻ ഈ ഒരു സീരീസ് ഫുള്ള് ഈ ഷെയ്ഡറിലായിരിക്കും കളിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇങ്ങോട്ട് വന്നപ്പം ഫോർട്രസിൽ ആര് നിൽക്കുന്നു, എങ്ങനെ നിൽക്കുന്നു, എവിടെ നിൽക്കുന്നു, ഇതൊന്നും കാണാൻ വയ്യ. സോ അങ്ങനെ നിന്ന് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ചാവും. അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഓഫ് ചെയ്ത് വെച്ചതാണ് ഞാൻ. അത് വീഡിയോ എടുക്കുമ്പോൾ പിന്നെ ഇടാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മറന്നുപോയി കേട്ടോ. കുറച്ച് നേരത്തേക്ക് ഒരു കുറച്ച് സെക്കൻഡുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കണ്ണൊന്ന് അടിച്ചു പോയി കാണും. കുഴപ്പമില്ല. ഞാൻ വരുന്ന വഴിയെല്ലാം ഞാൻ ചുമ്മാ റാൻഡം ഡയറക്ഷനിലേക്ക് പോയതാണ്. ഞാൻ വരുന്ന വഴിയെല്ലാം തെറ്റിപ്പോയിരിക്കാൻ വേണ്ടി ബ്ലോക്ക് വെച്ചാൽ വന്നത്. പക്ഷേ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോയത്? അങ്ങോട്ടായിരിക്കണമല്ലോ. അതാണ്ടേ. സോറി ഗേസ്, ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ്. എല്ലായിടത്തും ഉത്സവ സീസൺ ആയതുകൊണ്ട് ഇവിടെ മൈക്കിന് എന്തൊക്കെയോ പാട്ടിട്ടേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് വോയിസ് ഓവർ ചെയ്യാൻ കാരണം ഈ വീഡിയോ മൊത്തം. ഫൈനലി ഐ ആം ബാക്ക്. എൻ്റെ പൊന്നോ, ഞാൻ എത്ര സ്ഥലങ്ങളിൽ പോർട്ടൽ വെച്ചെന്നറിയോ? ബാക്കി വോയിസ് ഓവർ ചെയ്യാൻ കേട്ടോ. ഇവിടെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആണ്. അങ്ങനെ തിരിച്ച് ആ പോർട്ടലിൻ്റെ അടുത്ത് നിന്ന് ബേസി വന്നിട്ട് നെതർ വാട്ടർ ഫുൾ പ്ലേസ് ചെയ്യണമല്ലോ. നമുക്കത് വളർത്തിയെടുത്താലേ നമുക്ക് ബ്രൂ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് അവിടെ കുറച്ച് സോൾ സാൻഡൊക്കെ വെച്ച് കുറച്ച് നെതർ വാട്ടറൊക്കെ പ്ലേസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ അയൺ ഫാമിലോട്ട് പോകുന്ന ആ വഴി ഫുള്ളായിട്ട് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുകയാണ്. സോ ഇതൊരു ലെവലിലാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ കുറേ ടൈം എടുത്ത് ലെവലാക്കിയിട്ടുണ്ട്. സോ നിങ്ങളൊരു റീപ്ലൈ മോഡ് കണ്ടിട്ടോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അങ്ങനെ വലിയ മണ്ടത്തരങ്ങൾ കടിക്കാൻ FTTയുടെ ജീവിതം ഇനിയും ബാക്കി എന്ന് പറയുന്നത് പോലെ ഇന്നത്തെ വലിയ മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്യാൻ മറന്നുപോയതല്ല. ഞാൻ റെക്കോർഡിങ്ങിന് വരെ സ്റ്റാർട്ട് സ്ട്രീമിംഗ് ആണ് കൊടുത്തത്. നിങ്ങൾക്ക് എൻ്റെ റൂംമേറ്റിനെ അറിയായിരിക്കും, അഫിൻ ബ്രോ. പുള്ളിക്കാരൻ്റെ സ്ട്രീമിക്കാണ് എൻ്റെ സ്ട്രീമിനകത്ത് OBS കിടന്നത്. ലാസ്റ്റ് പുള്ളിക്കാരനാണ് എൻ്റെ ഇതിൽ നിന്ന് കമ്പ്യൂട്ടറിൽ നിന്ന് സ്ട്രീം ചെയ്തത്. സോ പുള്ളിക്കാരൻ്റെ സ്ട്രീമിക്കാണ് കിടന്നത്. ഞാൻ സ്റ്റാർട്ട് റെക്കോർഡിങ്ങിന് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് സ്ട്രീമിംഗ് ആണ് കൊടുത്തത്. പുള്ളിയുടെ ചാനൽ ഇത്ര നേരം ഞാൻ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അറിയാത്തത് ബ്രൗസറിൽ മറ്റേ ഇല്ല സ്റ്റുഡിയോ ഓണാക്കി വയ്ക്കാതെ സ്ട്രീം ആവുമോ? നമുക്കിപ്പോൾ സ്ട്രീം ആയിക്കൊണ്ടിരുന്നതാണ്. ഞാൻ ഇത്രയും നേരം ഇരുന്ന് കൊണ്ട പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇരുന്നൊരു മലയുണ്ടായിരുന്നു. സോ ആ മല മൊത്തം ഇടിച്ച് നിരത്തിയിട്ടാണ് ഇത് ഫുള്ള് ക്ലിയർ ചെയ്തത്. ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വലിയ കാര്യത്തിൽ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാണ്. പിന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ആ സത്യം. ഞാൻ ഇത്രയും നേരം സ്ട്രീം ചെയ്യായിരുന്നു. എൻ്റെ മണ്ടത്തരങ്ങൾ ഇനിയും ബാക്കി. അതുപോലെ ഞാൻ ഇവിടെ വന്നിട്ട് നെതർ വാട്ടർ എടുത്ത് കുറേ എടുത്ത് ഹാർവെസ്റ്റ് ചെയ്തത് അതിനകത്ത് വെച്ചു. എവിടെ കണ്ടില്ലേ, കുറേ ഹാർവെസ്റ്റ് ചെയ്തത് ഇതിനകത്ത് വെച്ചു. അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഞാൻ ചെയ്തു ഗൈസ്. പിന്നെ ഇതുങ്ങളെ ഫുൾ ഫീഡ് ചെയ്തു. ഇനി ഞാൻ പറയുന്നില്ല. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം പറ്റും. ഞാൻ കുറേ ഇരുന്ന് സംസാരിച്ചായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഗൈസ്. എന്തോ പറയാനടേ, ശരി എന്നാൽ. പിന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് മറന്നിട്ടില്ല, അത് ഞാൻ എഴുതിയേക്കാം. ഓക്കെ, ബൈ.